സിയാപ്പിനെ എടുക്കാൻ വേണ്ടി വന്നിരിക്കട്ടാ. കൂട്ടത്തിൽ ഇതാ അബിയും വന്നിട്ടുണ്ട് കേട്ടാ. ഇതെൻ്റെ പാപ്പൻ്റെ മോനാട്ടാ അബി. അപ്പം അത് അവൻ വന്നപ്പോൾ തന്നെ എന്നെ ചോദിക്കുന്നത് എന്താടെ മുടി ഇങ്ങനെ വളർന്നല്ലോ, എന്താ മുടി ഇങ്ങനെ വളർത്തുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടാ. അപ്പോൾ അവന് ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. അപ്പോൾ അത് സ്റ്റൈലാണ്, മുടി ഇങ്ങനെയാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടാ. മുഖത്തേക്ക് നോക്കണില്ല, അവന് നാണായിട്ട് ഫോണിൽ തന്നെ നോക്കിയിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ പുതിയ ലൈനൊക്കെ ആയോ എന്ന് ചോദിക്കാം. പുതിയ ലൈനൊന്നുമില്ല, പഴയ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് മൂപ്പര്. അപ്പോൾ ഇതാ അമ്മ എന്നോട് നെയ്ച്ചോറ് എന്തായി പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നെയ്ച്ചോറ് ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വിളമ്പാൻ വേണ്ടിയിട്ട് അത് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ, ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടാ. അങ്ങനെ എന്താ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ചോറും കറിയും എടുത്തിട്ട് അഞ്ജുൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടാ, വാമിക്കും സിയയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അവർ രണ്ട് കൂട്ടരും കൂടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടാ. വാമീനെ വീഡിയോയിൽ കാണാത്ത, വാമി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത് കേട്ടാ. പിന്നെ ഇതാ ഞാനും അഞ്ചും കൂടിയിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടാ. അമ്മ അത് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇവിടെ ടേബിളിന്മേൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ ഇരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അമ്മ അത് അടുക്കളയിൽ നിലത്താട്ട ഇരിക്കുന്നത്. പിന്നെ അത് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മേമ സിയാപ്പീനെ ഇട്ടിട്ട് ആട്ടുന്നുണ്ട് കേട്ടോ, ഉറക്കാൻ വേണ്ടിയിട്ട് ആട്ടുക കേട്ടാ. അപ്പോൾ അത് വാമി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മേമയാണെങ്കിൽ കുട്ടീനെ ആട്ടുന്നുണ്ട് കേട്ടാ. പക്ഷേ എത്ര ആട്ടിയിട്ടും കുട്ടി ഉറങ്ങണ ലക്ഷണമൊന്നും കാണില്ല കേട്ടാ. ഇത് വാമി റെഡി ആയിട്ട് നിൽക്കുന്നത് ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ആണ് അവൾ റെഡി ആയിട്ട് നിൽക്കുന്നത് കേട്ടാ. അപ്പോൾ ആര്യ അങ്ങോട്ട് പോയിട്ടുണ്ട്, ആര്യയുടെ കൂടെയാണ് അവൾ പോണത്. പിന്നെ എന്താ ഞാൻ അപ്പോഴത്തേനും മാങ്ങ ഉണ്ടല്ലോ അത് ചെത്തി ഇങ്ങനെ ജ്യൂസ് അടിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടാ. അപ്പോൾ അഞ്ചു പറഞ്ഞ് എടി വേറൊരു സംഭവമുണ്ട്, ജ്യൂസ് തന്നെ പക്ഷേ മാങ്ങയിട്ട് വേറെ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ യൂട്യൂബിലിട്ട് കണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം, അപ്പോൾ അവൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് മാങ്ങ ഒക്കെ ഇങ്ങനെ ചെത്തി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ മാങ്ങ ഒക്കെ ഞാൻ നുറുക്കിയ കഷ്ണങ്ങളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അവളത് ജ്യൂസാക്കി വെച്ചോളൂ കേട്ടോ. അങ്ങനെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്, ചെറിയൊരു ചൂട് മാത്രം മതി. പിന്നെ ആ ചെഞ്ചട്ടി ഇറക്കിയതിന് ശേഷം ഞങ്ങൾ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അതാണ് പിഴിയണത് കേട്ടോ. അപ്പോൾ അത് പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അത് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യട്ടോ ചെയ്യണത്. ഇത് നമുക്ക് എപ്പോഴാണോ ദാഹം വരുന്നത്, എപ്പോഴാണോ കുടിക്കാൻ തോന്നുന്നത്, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു. ഹലോ, സിയ ചിഞ്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ പത്തിരിയും മുട്ടക്കറിയായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല രീതിക്ക് തന്നെ കഴിച്ചു കേട്ടാ. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറായപ്പോൾ ഞാൻ പിന്നെ ഊറ്റാലോ വിചാരിച്ചിട്ട് എടുത്തു. ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഊറ്റാൻ നിന്നു കേട്ടാ. ഞങ്ങളുടെ ഇവിടെ ചോറ് ഊറ്റിയാണ് ചെയ്യുക കേട്ടോ. കൊട്ടക്കായലുകൊണ്ട് ചോറ് ഊറ്റിയാണ് ചെയ്യുക, വാർക്കില്ല. ചിലർ വാർക്കണവരുണ്ട് എന്നറിയാം. അപ്പോൾ ഞങ്ങളിവിടെ വാർക്കില്ല കേട്ടോ. അപ്പോൾ അതാ ഉച്ചയ്ക്ക് ഇന്ന് എരുന്താണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എരുന്ത് ഏട്ടൻ ഇന്നലെ വരുമ്പോൾ കൊടുന്നതാട്ടോ, ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കായം തെച്ച് വെക്കാമല്ലോ വിചാരിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മൂന്നും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ എരുന്ത് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ മേമ്മയുടെ വീട് വെളിയങ്കോടാട്ടോ. അപ്പോൾ അവിടെ പുഴയുടെ അവിടെ അടുത്താണ് വീട് വരുന്നത് അവരുടെ. അപ്പോൾ അവിടുന്ന് എരുന്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് മേമ്മ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് കഴിച്ചിട്ട് എനിക്കിതിൻ്റെ രുചി നല്ല ഇഷ്ടമാട്ടാ. അപ്പം മേമ നന്നായിട്ട് കുക്ക് ചെയ്യും, നന്നായിട്ട് ചിക്കൻ കറിയും എല്ലാ ഫുഡും നന്നായിട്ട് വെക്കുന്ന ഒരാളാട്ടാ. അപ്പം അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഈ എരുന്ത് റോസ്റ്റ്. പിന്നെ പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ അവിടെ പോയി നിന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വഞ്ചിയിലിങ്ങനെ കക്ക അങ്ങനെ വാരില്ലേ, അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എരുന്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അതാണ് കൂടുതലായിട്ട് ഓർമ്മ വരുന്നത് കേട്ടോ.
ഇതിലിപ്പോൾ ഞാൻ കുറച്ച് എരുന്തെടുത്തിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ റോസ്റ്റ് ചെയ്യാനും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ തക്കാളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. സബോളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത് ഞാനിതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തിനും ചോറ് ഞാൻ ഊറ്റുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന്. പിന്നെ അത് സിയാപ്പി ഇവിടെ ഇല്ല കേട്ടോ. സിയാപ്പി അനിയനായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ ചൂട് എന്താ അല്ലേ, പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയും ചൂടാണ് ഇവിടെ, അത്രയും പൊരിഞ്ഞ വെയിലാണ്. മുകളിലേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് ഡ്രസ്സൊക്കെ തോരയിടാനോ അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോകാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അത്രയും ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്നല്ല, ഒരു കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. കാരണം അത്രയും ചൂടാണ്. നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചാലേ നമുക്കൊരു ആശ്വാസം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിച്ചോളൂ കേട്ടോ. പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടല്ലോ, ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും ചെമ്പിലുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം അത് ഒരു കപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേ ചായച്ചെമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് വയ്ക്കും കേട്ടോ. കാരണം ഇത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് കൊണ്ടുപോയി കളയുക. അതുവരെ അത് അവിടെ ഇരിക്കും, ഒരു ദിവസം മുഴുവൻ അവിടെ ആയിട്ട് ഇരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ, പിന്നെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യൽ. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടോ? കാരണം അതെന്തോ മഹാലക്ഷ്മിയുടെ അങ്ങനെ എന്തോ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഉണ്ടായില്ലേ. അപ്പോൾ ഞങ്ങളെപ്പോഴും കഞ്ഞിവെള്ളം മാറ്റി വയ്ക്കലുണ്ട് കേട്ടോ. വറ്റോട് കൂടിയിട്ട് തന്നെ, കുറച്ച് വറ്റോട് കൂടിയിട്ട് തന്നെ മാറ്റി വയ്ക്കലുണ്ട്. അങ്ങനെ ഞാനിതാ കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പിലേക്ക് ഇനി നാളെ അത് കൊണ്ടുപോയി കളയുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ചോറ് വെച്ച ചെമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കൈയോടെ തന്നെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സിയാപ്പി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇരുന്നത് അവിടെ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഒന്ന് നോക്കി, അപ്പോൾ പിന്നെ ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ടോട്ട അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട് എന്ന് എന്നോട് ഏട്ടൻ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. ഏട്ടൻ മാത്രമല്ല, ഏട്ടൻ്റെ ഏതൊക്കെയോ ഫ്രണ്ട്സ് എന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ നോർമലി സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വരലില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇരുന്തൊക്കെ ഇതാ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉമ്മറത്തേക്ക് പോയപ്പോൾ ഉണ്ട് ഒരാൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതാ വേറെ ആരുമില്ല, നമ്മുടെ സിയാപ്പി ഏട്ടാ അനിയനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അനിയൻ വരുമ്പോൾ അതാ കവറിൽ കുറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ. മാങ്ങയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ സിയാപ്പി ഞാൻ വിളിച്ചപ്പോൾ വരാൻ കൂട്ടാക്കാണ്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ടാ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അങ്ങോട്ട് ഓടി അവൾ. ലാസ്റ്റ് ഞാനിതാ അവളെ അവിടെ പോയിട്ട് എടുത്തിട്ട് വീട്ടിലേക്ക് ഓടുന്നു കേട്ടോ. പിന്നെ സിയാപ്പി വീട്ടിലില്ലെങ്കിൽ അത് പെട്ടെന്ന് അറിയാം. അപ്പോൾ എന്നോട് എല്ലാവരും പറയും, ഞാൻ ഇരുവർക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എൻ്റെ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവളുടെ കുറവ് നന്നായിട്ട് അറിയാം. ഇവിടെ നിന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏട്ടനും എല്ലാവരും പറയും സിയാപ്പി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ജാതിയാണെന്ന് പറയും. അപ്പോൾ അത് അനിയൻ കൊണ്ടുവന്ന മാങ്ങയൊക്കെ ഞാൻ ജ്യൂസ് അടിച്ചു കേട്ടോ. അങ്ങനെ ഇതാ അനിയനും കൊടുത്തു, സിയാപ്പിക്കും കൊടുത്തത് ഞാൻ ലാസ്റ്റ് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ കുടിക്കുമ്പോഴൊക്കെ നല്ലൊരു ആശ്വാസമാണ്. പിന്നെ കുറച്ച് നേരം സിയാപ്പീനായിട്ട് കളിച്ചിട്ട് പിന്നെ ഞാൻ സിയാപ്പിക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനും കഴിച്ചു. എരുന്ത് റോസ്റ്റും പിന്നെ എരുന്ത് ഫ്രൈയും ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ക്ലീനിങ്ങിന് നിന്നു കേട്ടോ.
അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീനിങ്ങൊക്കെ ഞാൻ വേഗം തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. സിയാപ്പി അപ്പോഴേക്കും ഉറങ്ങിയിട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ സിയാപ്പി ഉറങ്ങി. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അപ്പോൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു. ഹലോ, സിയ ചിഞ്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ ഉള്ളത് മാറഞ്ചേരിയിലാണ്. മാറഞ്ചേരി താമരശ്ശേരിയിൽ. അപ്പോൾ എൻ്റെ അമ്മമ്മയുടെ വീട് അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇതാ ഈ വീട് ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനും അമ്മമ്മയ്ക്ക് കൂടിയിട്ടാട്ടോ. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ അവർ സ്വന്തമായിട്ട് മണ്ണ് കുഴച്ച് അങ്ങനെ ഉണ്ടാക്കി കട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇതൊക്കെ ഈ കിണറൊക്കെ കാണുമ്പോൾ ഭയങ്കര പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരികയാണ്. ഇതിൽ നിന്ന് വെള്ളം കോരിയിട്ടൊക്കെ കുളിക്കാനൊക്കെ അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ വരുന്നത് എൻ്റെ മേമ്മയുടെ മക്കളാട്ടോ. ഇവരൊക്കെ എൻ്റെ മേമ്മയുടെ മക്കളാണ്. അപ്പോൾ ഇതാ മേമ്മമാരൊക്കെ ഇതവിടെ ഉണ്ട്. സിയാപ്പി ഇതാണ് മേമ്മയുടെ മോളുടെ മോനാണ് കേട്ടോ അത്. അപ്പോൾ ഇത് മേമ്മ എല്ലാവർക്കും ഫുഡ് കൊടുക്കട്ടെ. മക്കൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അത് അവർ കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴാണ് മുറ്റത്തുള്ള ചാമ്പയ്ക്കയുടെ മരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഇതാ കുറേ ചാമ്പയ്ക്ക അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പൊട്ടിക്കുക എന്നുള്ളതായി. പിന്നെ ഈ ചാമ്പയ്ക്കയുടെ മരം എൻ്റെ വല്യമ്മയുടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു തൈ കൊടുന്നിട്ട് ഇവിടെ നട്ടു. അങ്ങനെ തന്നെ ഞാനൊരു വടി അവിടെ കിടക്കണ കണ്ടു. അപ്പോൾ ആ വടി എടുത്തിട്ട് ഞാൻ ചാമ്പയ്ക്ക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പൊട്ടിക്കാൻ പോവാട്ടോ. പിന്നെ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പൊട്ടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് എൻ്റെ കയ്യിൻ്റെ എത്തണടുത്ത് തന്നെ ഒരു ചാമ്പയ്ക്ക ഇങ്ങനെ കുറച്ചിങ്ങനെ നിൽക്കണം കണ്ട്. അപ്പം ഞാനത് ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ആ കൊമ്പ് കൊടുക്കാൻ തന്നെ അത് ഒടിഞ്ഞു വീണു. അങ്ങനെ ഇതാ കൊമ്പ് പൊടിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നു കേട്ടോ ചാമ്പയ്ക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാമ്പയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇതാ അഞ്ചു ഒരു വലിയൊരു വടി എടുത്ത് അവിടെയുള്ള ചാമ്പയ്ക്കൊക്കെ കൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചാമ്പയ്ക്കൊക്കെ നിലത്ത് വീണുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചാമ്പയ്ക്കൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ മക്കളൊക്കെ പിന്നെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് പിന്നെ കഴിക്കണവർ അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളിട്ട് അങ്ങനെ കഴിക്കണവർ വെറുതെ തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ട് അത്. അങ്ങനെ ഇതാ ചാമ്പയ്ക്ക പൊട്ടിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ 5 പേരും കൂടിയിട്ട് പാടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരെല്ലാവരും കൂടി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടല്ലോ, അതാണ് കേട്ടോ പാടം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നടന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ വീട്ടിൽ നിന്ന് എടുത്ത് തന്നെ കേട്ടോ പാടത്തേക്ക് പോകാൻ, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടിയിട്ട് ഇതാ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ പാടത്തേക്ക് പോയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുണ്ടല്ലോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. അപ്പോൾ ഇതാ ഈ പാടമൊക്കെ കാണുമ്പോൾ ഞങ്ങളെ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക കേട്ടോ. ഇത് ഭയങ്കര രസമായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ആ വരമ്പിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു. ഹലോ, സിയ ചിഞ്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതായത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ. അപ്പോൾ അവിടേക്ക് വന്നത് 3-ാം വിഷയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തുകൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ അവിടെ എടുത്ത് തന്നെയാണ് പാടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇതാ പാടത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ പാടത്ത് ഉണ്ടായിരുന്നത്. ഒരുപാട് വർഷമായിട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടിയിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിതാ പാടത്തേക്ക് വരികയാണ് കേട്ടോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിലേ പാടത്ത് ഒരുപാട് വെള്ളത്താമരകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടേക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് കാണാനും കൂടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ചിങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവിടെ ഒരു
മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമുണ്ട്. അതിൽ നോക്കിയപ്പോൾ ഉണ്ട് ഒരു മീൻ ഇങ്ങനെ കിടക്കണം കേട്ടാ. നിങ്ങൾക്ക് കാണാണ്ടോ? അതിലൊരു മീൻ കിടക്കണുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു ഞങ്ങൾ കേട്ടാ. അത് കഴിഞ്ഞ് ഇതാ വെള്ളത്താമര പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ചേട്ടന്മാർ വിളിക്കാൻ വേണ്ടി വന്നു കേട്ടാ. ചേട്ടനും അനിയന്മാരും ഒക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ അവരിത് ഞങ്ങൾ തിരഞ്ഞിട്ട് വന്നിട്ടുണ്ട് പാടത്തേക്ക്. അതാ അവിടെ കുറച്ച് ദൂരെയായിട്ട് അതാ കാണുന്നുണ്ടല്ലോ, അതാണ് വെള്ളത്താമര വിരിഞ്ഞ് നിൽക്കണം കേട്ടോ. നല്ല ഭംഗിയാണ് അത് വിരിഞ്ഞ് നിൽക്കണ കാണാൻ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അതിനൊന്നും ചെയ്യാൻ പറ്റും. കൃഷ്ണൻ ചാടിക്കോ, ചാട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇടില്ല. അല്ല ജീവൻ ഇല്ല. അതാ വെള്ളത്തേക്ക് ഇട്ടോടുത്ത അവിടെ വെള്ളമില്ലേ? ഇവിടുന്ന് ചാടിയാലോ നീതുവോ? കൊഴിഞ്ഞു കോഴിയാ വേണ്ട, കാലി വേണ്ട. അവിടെ കുഴിണ്ടല്ലേ, നല്ല കുറച്ച് ചാടിക്കോട്ടോ. ആ കയറ്റത്തേക്ക് ചാടി നടന്നാ പോരെ. നടക്കാൻ പറ്റില്ല, ഉണ്ണിയെ താവോ രണ്ടാമത്തേക്ക് താവോ.
നീതുവോ ആ ആമ്പ് ചോട്ടിയില്ലേ അതിന് കുറച്ചും കൂടി കയറ്റം പോലത്തെ സംഭവം ഉണ്ടല്ലോ. അല്ല അവിടേക്കല്ല, അവിടെ അല്ല, അതിന്റെ മുകളില്, അതിന്റെ കുറച്ചും കൂടി മുകളില്. അയ്യോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ, സി യു. ഹലോ, അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉമ്മറത്തേക്ക് പോയ പാടെ തന്നെ കാണുന്നത് ആകെ മൂടി കെട്ടിയൊരു കാലാവസ്ഥ കേട്ടോ. ഒരു സുഖമില്ലാത്ത കാലാവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അതാ കാണുന്നത് പാടാണ് കേട്ടോ. അങ്ങനെ പാടത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ മഴക്കാലമാണ് വെച്ചാൽ നല്ല തണുപ്പും ചൂടാവുമ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ. അങ്ങനെ വടക്കോർത്തേക്ക് പോയപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. ആകെ കല്ലിൻ്റെ അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടേ, അലക്കണ കല്ലിൻ്റെ അവിടെയൊക്കെ ആകെ വെള്ളം നിറഞ്ഞിട്ട് ആകെ ഇതായിരിക്കണ്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാനുള്ള ഡ്രസ്സൊക്കെ മുന്നേ തന്നെ, മഴ പെയ്യണക്കാട്ടി മുന്നേ തന്നെ അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് തോരടല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇന്ന് രാവിലെ ഉണ്ടല്ലോ പുട്ടും ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, ചായ കുടിച്ച പാത്രങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഏട്ടൻ വർക്കിന് പോയി കഴിഞ്ഞതിന് ശേഷം കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ സിങ്കിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ അതൊക്കെ കഴുകുമായിരുന്നു കേട്ടോ. സിയമോൾക്ക് ഒരു ടെഡി ഉണ്ട്. അപ്പോൾ ആ ടെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ അവൾ അവിടെ അതിനായിട്ട് ഇരുന്ന് കളിച്ചോളും. പിന്നെ എന്തെങ്കിലുമൊക്കെ കളിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ഇരുന്ന് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ പാത്രം കഴുകി വയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിത് ഈ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ. പാത്രങ്ങളൊക്കെ നമ്മൾ കമഴ്ത്തി വെക്കൂലേ ഉണങ്ങാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതുപോലെ വെച്ചു. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി തീരാനായി കേട്ടോ. അങ്ങനെ ഇതാ ഓരോ പാത്രങ്ങളായിട്ട് ഞാൻ ഒതുക്കി വെക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുപ്പി ഗ്ലാസ്. അപ്പോൾ അതൊക്കെ ഞാൻ ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇരുന്നിട്ട് കൈ തട്ടിയിട്ട് ഇനി പൊട്ടണ്ടല്ലോ കരുതിയിട്ട് ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ അവിടെ തുടയ്ക്കാനൊക്കെ ഇരുന്നു. ഇന്ന് പുട്ടായതുകൊണ്ട് തന്നെ സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ പുട്ടിൻ്റെ തൈരും കാര്യങ്ങളും പിന്നെ കറിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റൗവൊക്കെ ഇതാ ക്ലീൻ ചെയ്യാൻ നിൽക്കാം കേട്ടോ. പിന്നെ സ്റ്റൗവിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ മെഴുക്കൊക്കെ തെറിച്ചിട്ടുണ്ടല്ലോ, എണ്ണമയം പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ ചോട്ടിലൊക്കെ സ്റ്റൗ പൊന്തിച്ചിട്ട് അതിൻ്റെ ചോട്ടിലൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് തുടച്ചിട്ടു. പിന്നെ ഇത് ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ മുകളിലേക്കായിട്ട് പോയത്. കാരണം അലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇനി തോരയിടണമല്ലോ. അപ്പോൾ അത് തോരയിടാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് പോയിട്ടാ. അങ്ങനെ ഈ വാതിലിൻ്റെ ഇവിടെ ഒരു അയലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ അലക്കി വെച്ചിട്ടുള്ള പച്ചയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ഇടുക. അപ്പോൾ അതിൽ ഉണങ്ങിയതൊക്കെ ഉള്ളത് ഞാൻ റൂമിലേക്ക് കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ നല്ല വെയിൽ വന്നിരിക്കണ്. അപ്പോൾ ഇത് വേഗം തോരട്ടിട്ട് വേണം താഴേക്ക് പോകാൻ കേട്ടോ. വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറും, അമ്മാതിരി വെയിലായിരിക്കും. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഞങ്ങളുടെ ഈ ഫ്ലെക്സ് അത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫ്ലെക്സാട്ടോ. എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ആണ്, പക്ഷേ കല്യാണത്തിനും ആ ഫോട്ടോ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എന്താ ഞാൻ ഓരോ ഡ്രസ്സായിട്ട് തോരയിടാൻ തുടങ്ങി. നല്ല വെയിലല്ലേ, അപ്പോൾ ഞാൻ വേഗം ഓരോന്ന് തോരയിടുക കേട്ടോ. ഞങ്ങളുടെ വീട് നിൽക്കുന്നത് പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ ഇവിടെ നല്ല വെയിലായിരിക്കും. പക്ഷേ വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാട്ടാ. പാടത്തുനിന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ നല്ല സുഖമാട്ടാ. പിന്നെ ഇതാ തോരയിടലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാനിതാ ബക്കറ്റൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ വാതിലൊക്കെ ലോക്ക് ചെയ്ത്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറൽ എളുപ്പമല്ല കേട്ടോ. കാണുമ്പോൾ ഈസിയാന്നൊക്കെ തോന്നും, പക്ഷേ എന്നും ഇങ്ങനെ കയറലും ഇറങ്ങലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. അങ്ങനെ റൂമിലേക്ക് എത്തിയിട്ട് ഞാൻ പിന്നെ
ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി പുതിയത് വിരിച്ചു കൂട്ടാ. പിന്നെ ഉണ്ണിയുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, മുകളിൽ നിന്ന് എടുത്തതൊക്കെ ഉണങ്ങിയത്, അതൊക്കെ ഞാൻ മടക്കി വെച്ചു. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്താൽ കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ അത് അമ്മക്കെട്ടൊക്കെ കിട്ടിയിട്ടാണ്, മുടിയുടെ കാര്യമായിട്ടാണ് അമ്മക്കെട്ട് എന്നൊക്കെ പറയണത്. അങ്ങനെ അമ്മക്കെട്ടൊക്കെ കിട്ടിയിട്ട് ഞാൻ അടിച്ചു വരിക കേട്ടോ. ഈ സിയാപ്പിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിയാപ്പിയുടെ ഓരോ കളിക്കുന്ന സാധനങ്ങളും വണ്ടിയും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ എടുത്ത് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ബെഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുപോയിടും. അപ്പോൾ എന്നും ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലൊക്കെ തന്നെയാണ് പണി കേട്ടോ. കുട്ടികളുള്ള വീടല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇത് തന്നെ അവസ്ഥ എന്നറിയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് അനിയൻ്റെ റൂമാട്ടോ. അപ്പോൾ അതാ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ കുടഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് കുടഞ്ഞ് വിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ കസേരയുടെ മുകളിലിരിക്കണില്ലേ, അതാണ് സിയാപ്പിയുടെ ടെഡി കേട്ടോ. അത് ഭയങ്കര ജീവനാണ് സിയാപ്പിക്ക്, ഭയങ്കര ഇഷ്ടമാണ് അതിനായിട്ടാണ് കൂടുതലും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ടെഡി എന്നൊക്കെ വിളിച്ചിട്ടാണ് അവളെപ്പോഴും. ഇപ്പം ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവൾക്ക് ഈ സംഭവം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ നേരം ഇരുന്നിട്ട് കളിച്ചോളൂ കേട്ടോ. അതിനെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും പിന്നെ അതിനോരോ പാട്ട് പാടി കൊടുക്കലും ഒക്കെ തന്നെ പണിയിട്ടാണ്. പിന്നെ റൂമിലത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ടേബിൾ തുടയ്ക്കാൻ നിന്നു കേട്ടോ. ടേബിളിന്മേൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തുടച്ചതായിരുന്നു. പക്ഷേ ഇനി എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ട് വെച്ചിട്ട് പിന്നെയും തുടച്ചു കേട്ടോ. പിന്നെ അത് അവിടുത്തെ കസേരയും കാര്യങ്ങളും, പിന്നെ ആ കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ടി വിയുടെ അവിടെ ഇരിക്കുന്ന അത് സിയാപ്പി ആ വയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പിടിച്ച് വലിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ കസേരയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചതാട്ടാ. അതാണ് ഈ കസേരയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ജനലിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ജനലിനെ പിടിച്ച് കയറിയിട്ട് ഒരൊറ്റ ചാട്ടാണ് ഇങ്ങോട്ട്. സ്റ്റെപ്പും വന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ നിന്ന് ഒരൊറ്റ ചാട്ടാണ്. അപ്പം അത്രയും കുറുമ്പുള്ളൊരു കുട്ടിയാണ് സിയ. അപ്പോൾ അതുകൊണ്ടാണ് കസേരയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ ടി വിയുടെ അവിടുത്തെ. പിന്നെ ഞാൻ അത് കൈ കഴുകിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളത്തിന് നല്ല ദാഹം, പിന്നെ ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ഇന്നിപ്പം നല്ല മഴ പെയ്തുകൊണ്ട് കുറച്ച് കുറവ്. ഇന്നലെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കറണ്ട് പോയിട്ട് എപ്പോഴാണ് വന്നുള്ളത്, ഉറങ്ങിയിട്ടില്ല. സിയാപ്പിയും ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല, ഏട്ടനും ഉറങ്ങിയിട്ടില്ല, ആരും ഉറങ്ങിയിട്ടില്ല. അതുപോലെ ഇരുന്നിട്ടാ. കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ്. പിന്നെ ഇതുണ്ടല്ലോ സിയാപ്പിയുടെ ഫോട്ടോ ആണ് കേട്ടോ, ചെറുപ്പത്തിലെ ഭയങ്കര ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ. എന്താ സിയാപ്പിയുടെ പപ്പ സിയാപ്പിനെ എടുത്തിട്ടുള്ള ഫോട്ടോ, സിയാപ്പിയുടെ ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കസേരയുടെ മുകളിൽ നിന്ന് കയറി നിർത്താട്ടോ എടുക്കുന്നത്. നല്ല രസമുണ്ട് അല്ലേ സിയാപ്പിയുടെ ഫോട്ടോ കാണാൻ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നീട് ചേട്ടൻ ടിക്കറ്റ് എടുത്ത് വന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്തിൽ കാണുന്നത്, ടിക്കറ്റൊക്കെ കാണിച്ചു തരുന്നത്.
അങ്ങനെ എന്താ ഞാനും സിയാപ്പി അമ്മയൊക്കെ കൂടിയിട്ട് പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകും കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു കുളം കാണാം. അപ്പോൾ അതെന്താ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ് അവൾ കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ താമരയൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ചേട്ടൻ ഇതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവിടെ നിന്ന് കുറേ ഇങ്ങനെ നടക്കാണ്ടിട്ട് നടന്ന് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്തോ കണ്ടപ്പോൾ തത്തേനെ കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു തരികയാണ്. കുറേ ഉണ്ടായിരുന്നു തത്തമ്മ കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടെ. പിന്നെ അത് അതിൻ്റെ ഉള്ളിലായിട്ട് മയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. പിന്നെ ഇതാ നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ഇതാ ഒരു മയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ നിന്ന് സിയാപ്പയും ഞാനും അമ്മയും ഏട്ടനെ കൂടിയിട്ട് വേറെ സ്ഥലത്തേക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, നമുക്ക് നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ സിയാപ്പയും കൂട്ടിയിട്ട് സ്റ്റെപ്പ് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടിട്ട്, അപ്പോൾ ആ കുളത്തിൽ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പര് എന്നോട് ചോദിക്കുകയാണ്, അമ്മ അത് എന്താന്നൊക്കെ ചോദിക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ അവൾക്ക് ആ മീനും കാര്യങ്ങളൊക്കെ പിടിക്കണം. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കളിക്കണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവളെ അവിടുന്ന് പപ്പ ഇങ്ങോട്ട് താഴേക്ക് കൊടുന്നു. അങ്ങനെ ഫോൺ അവൾ എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. എൻ്റെ ചേട്ടൻ എടുക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നു. പിന്നെ സംഭവം ഇവിടെ ഒരുപാട് നടന്ന് നമുക്ക് കാണാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അവർ സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നല്ലൊരു ആംബിയൻസാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇപ്പം ഈ പറയണ പോലെ ഒരുപാട് കാശ് മുടക്കിയിട്ടുണ്ട്. അത് നമുക്കിവിടെ വന്നാൽ തന്നെ കാണാം. പിന്നെ മോള് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ ആദ്യ ആൾക്ക് എന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഭയങ്കര വയലൻ്റ് ആയിരുന്നു ആൾ. പിന്നെ അതൊക്കെ കണ്ടപ്പോൾ ഓക്കെ വന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു പാർക്ക്, പിന്നെ ആനിമൽസ് ഇതിനെയൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അത് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഇവിടെ ഒരുപാട് ക്യാൻറ്റീൻസ് ഉണ്ട് കേട്ടോ. ഓരോ സ്റ്റോപ്പിലായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ചായ, സ്നാക്സ്, പിന്നെ അതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോള് പിന്നെ എടുക്കാൻ സമ്മതിക്കണില്ല. പിന്നെ ആൾക്ക് ഇവിടെയൊക്കെ നടക്കണം എന്നുള്ള സെറ്റപ്പായി. ഇതേ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് കണ്ടില്ലേ? ഇവരൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത്.
ആൾ പിന്നെ ഞങ്ങൾ കാണുന്ന ടൈമിൽ അവിടെ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ മെയിൻ ഐറ്റം ആളെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ശരിക്കും പുള്ളി ഇടയ്ക്ക് വരുന്നു, വെള്ളം കുടിക്കുന്നു, പോകുന്നു. ശരിക്കും നമുക്ക് വിഷ്വൽ അടിപൊളിയായിട്ട് കിട്ടും. കണ്ടില്ലേ, നോക്കിയേ. ശരിക്കും നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന സെറ്റപ്പിലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതങ്ങനെ കൂട്ടിലിട്ടിട്ടൊന്നല്ല. പിന്നെ അതാ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടാ. ഇവിടെ വരുന്നവരോട് പറയാനുള്ളത്, നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ ബസ്സിൽ കയറരുത്. വേറെ ഒന്നല്ല, ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടൊന്നും കാണാനില്ല. ഒരു കാട്ടുപോത്തിനെ, ഒരു ഒട്ടപക്ഷിനെ കണ്ടു, വേറെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവിടെ നിന്ന് നടന്നിട്ട് എല്ലാം ഒന്ന് കാണുക. കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വരാൻ വേണമെങ്കിൽ നമുക്ക് ബസ് പിടിക്കാം. അതല്ലാണ്ട് ആദ്യം പോയിട്ട് ആരും ബസ്സിൽ കയറില്ല, ഭയങ്കര നഷ്ടമായിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല. പിന്നെന്താ, ബസ് വരുമ്പോൾ ജാതി തിരക്കായിരിക്കും ബസ്സിൽ. രണ്ട് ബസ്സുണ്ട്. വരുമ്പോഴൊക്കെ തിരക്കായിരിക്കും. നമ്മൾ ലാസ്റ്റ് നടന്ന് അവിടെ സ്റ്റോപ്പിൽ നിൽക്കുന്ന ടൈമിൽ വരുമ്പോഴൊക്കെ തിരക്കായിരിക്കും. അതിന് ഒരുപാട് ആൾക്കാർ കയറാണ്ടായിരിക്കും. സീറ്റ് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ നിൽക്കുക. ഒന്നും കാണാനില്ല കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. വെറുതെ നമ്മൾ ബസ്സിൽ നിന്ന് പോകുന്നൊരു സെറ്റപ്പ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുവെച്ചൊന്ന് പോയി കാണും ഒരു വട്ടം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. അടുത്ത വീട്ടിൽ നിന്ന് ഇതൊരു ചക്ക കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് മുറിച്ച് വെച്ചു കേട്ടോ. സിയാബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ചക്ക എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ അതിൻ്റെ വിളഞ്ഞിലൊക്കെ ഉണ്ടല്ലോ, ആ പശ പോലുള്ള സാധനം, അതൊക്കെ ഞാനൊരു ചകിരിപ്പൂന്തലെടുത്ത് തുടച്ച് കളഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പശയൊക്കെ കയ്യുമ്മലായിട്ട് ആകെ ഒട്ടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആ ചകിരിപ്പൂന്തലെടുത്തിട്ട് അതൊക്കെ തുടച്ച് കളഞ്ഞു കേട്ടോ. ചക്ക വെട്ടുമ്പോൾ സിയാപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ സിയാപ്പിക്ക് തീരെ ക്ഷമയില്ല കേട്ടോ. ചക്ക വെട്ടുന്ന ടൈമിൽ ഈ ചക്ക ഇങ്ങനെ തായോ അമ്മ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ കിടന്ന് ഇതാവുന്നുണ്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കേട്ടോ. ഈ ചക്ക വെട്ടുന്ന വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് ചേട്ടനാണ്. ചേട്ടൻ എടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ കുട്ടി എനിക്ക് തന്നെ ആദ്യം കൊടുത്തു കേട്ടോ. സിയാപ്പിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. കാരണം ആദ്യം തന്നെ കുട്ടിക്ക് തന്നെയാണല്ലോ കൊടുത്തത്. അപ്പോൾ അതാട്ടെ പപ്പേനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും മൂപ്പർക്ക്. അപ്പോൾ അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ കുട്ടി ഇതാ ക്യാമറയിൽ നോക്കിയിട്ട് ഓക്കെ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ചക്ക കിട്ടിയ സന്തോഷത്തിലാണ് മൂപ്പര്. അപ്പോൾ കുറേ നാളായി ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചക്ക എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ചക്ക എന്നൊക്കെ പറയും. അമ്മ ചക്ക വേണമെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ കിട്ടിയൊരു ചക്കയാണിത് കേട്ടോ. അപ്പോൾ അത് ഞാനത് മുറിക്കുകയാണ് കേട്ടോ. ഈ കത്തി ഉണ്ടല്ലോ, ഇത് ഞാനല്ല, ഏട്ടൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തെന്ന് കേട്ടോ. നല്ല മുറിച്ചിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ചക്കൊക്കെ നല്ല രീതിയിൽ മുറിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞാനിതാ വടക്കോർത്ത വാതിൽ ലോക്ക് ചെയ്തു. കാരണം അല്ലെങ്കിൽ പിന്നെ സിയാപ്പി അങ്ങോട്ട് വടക്കോർത്തേക്ക് പോവും. ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ ഏട്ടനൊന്നുമില്ല. അപ്പോൾ ഞാനും സിയാപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ വടക്കോർത്തയും ഉമ്മർത്തൊക്കെ വാതിൽ ഞാൻ ലോക്ക് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ. ഞാനത് ചക്കയൊക്കെ ക്ലീൻ ആക്കിയിട്ട് വെച്ചു കേട്ടോ, കുരുവൊക്കെ കളഞ്ഞിട്ട്. അപ്പം ഞാനിത് വിചാരിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിതാ കുടിക്കാനുള്ള വെള്ളം കുറച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ജീരകം ഉണ്ടല്ലോ, ആ ജീരകമാണ് കേട്ടോ എടുത്തിടുന്നത്. അപ്പോൾ ഞാനിതാ ജീരകം എടുത്തിട്ടു. പിന്നെ ഇതാ ഈ ചക്കയുടെ ഈ സംഭവം ഉണ്ടല്ലോ, അത് വേറെ ഒന്നുമില്ല കേട്ടോ. ചക്ക വരട്ടിയത് അല്ലെങ്കിൽ ചക്ക വിളയിച്ചതെന്നൊക്കെ പറയില്ലേ, ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് 2 തേങ്ങ ആവശ്യമാണ്. അപ്പോൾ ഞാനിതാ അത് വെട്ടി. അപ്പോൾ തേങ്ങ ചിരങ്ങണ ടൈമിലാണ് സിയാപ്പിത ഓടി വരുന്നുണ്ട്, തേങ്ങ വെട്ടിയ ശബ്ദം കേട്ടപ്പോൾ. അങ്ങനെ കുറച്ച് തേങ്ങ ഞാൻ അവളുടെ വായിൽ വെച്ച് കൊടുത്തുട്ടാ. അപ്പോൾ മൂപ്പര് അത് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയി.
എൻ്റെ വീട്ടിൽ ചക്ക കിട്ടൽ കുറവാട്ടോ. അപ്പോൾ ചക്ക കിട്ടിയാൽ തന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ചക്ക വരട്ടിയത് അല്ലെങ്കിൽ വിളയിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ എപ്പോഴും അവിടേക്ക് പോകുന്നുണ്ടെങ്കിലും ചക്ക കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇതുവരെ സിയാപ്പിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾക്കും കൂടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെ എന്താ ഞാൻ തേങ്ങ ചിരകുമ്പോഴാണ് ഒരാൾ തേങ്ങ കൈയിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത് കഴിക്കണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷേ ഇതാക്കണ്ട, ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് മൂപ്പര് പോയി. ഇതാണ് അങ്ങനെ ബാക്കിയുള്ള തേങ്ങയും കൂടി ഞാൻ വേഗം ചിരകാൻ നിന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സിയാപ്പി വന്നാൽ അലമ്പാക്കും. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സിയാപ്പിക്ക് ചോറ് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാ മുടിയൊക്കെ ഞാനിതാ അമ്മക്കെട്ടൊക്കെ കിട്ടിയിട്ടാണ് ഇരുന്ന് ചോറ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറിക്ക് ഇതാ എന്താ വെള്ളരിക്ക കൂട്ടാനും പിന്നെ പയറിൻ്റെ ഉപ്പേരിയും ഓംപ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞാനിതാ ഫുഡൊക്കെ അവൾക്ക് കൊടുക്കായിരുന്നു കേട്ടോ. പൊന്നുവിന് ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ട് വേണം അവളെന്നെ ഉറക്കാൻ. അങ്ങനെ ഇതാ അവൾ ഉറങ്ങി കേട്ടോ. അങ്ങനെ അവൾ ഉറങ്ങിയ ടൈമിലാട്ടോ ഞാൻ അലക്കാനിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പൈപ്പിൻ്റെ അവിടെ ചെന്നിട്ട് ആകെ വെള്ളം കൊണ്ട് അഭിഷേകം നടത്തും അവൾ. അപ്പം ഞാനിതാ തിരുമ്പലൊക്കെ കഴിഞ്ഞ് തോരയിടാൻ നിന്നു കേട്ടോ. മുകളിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ വേഗം അല്ലാതും തോരയിടാൻ നിന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സഹിക്കാൻ പറ്റാത്ത വെയിലാവും, പിന്നെ നല്ല ചൂടും അല്ലേ, എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ ഓരോന്നൊക്കെ ഞാൻ അയലുമ്മ കൊണ്ടിടുക കേട്ടോ. വേഗം തന്നെ ചെയ്യുന്നുണ്ട്, കാരണം സിയാപ്പി ഉറങ്ങണോണ്ട് തന്നെ നമുക്കിത് വേഗം തീർക്കും വേണം. പിന്നെ ചക്കയുടെ കാര്യങ്ങളും നോക്കണ്ടേ. അപ്പോൾ വേഗം തന്നെ ഇതൊക്കെ ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ നോക്കുക കേട്ടോ. അങ്ങനത്തെ ഞാൻ ഇതൊക്കെ കൊണ്ടിട്ടിട്ട് താഴേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ പാവൻ്റെ കുട്ടീനൊന്ന് പോയി നോക്കുക കേട്ടോ. കുട്ടി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കൊഞ്ചിക്കില്ലേ, അതുപോലെ നാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. അടുക്കളയ്ക്ക് തന്നെ പോകുന്നു. ഇല്ലെങ്കിൽ പിന്നെ അവൾ ഉണരണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇതിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ തേങ്ങാപ്പാലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഉറങ്ങണങ്ങാട്ട് മുന്നേ തന്നെ മിക്സിയിലിട്ടിട്ട് അത് തേങ്ങാപ്പാലാക്കി വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഇനി അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അവൾ ഉണരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ആ ചക്ക ഉണ്ടല്ലോ, ആ ചക്ക കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. 2-3 വിസിൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ജീരകം ഇട്ടിട്ടുള്ള വെള്ളം, അത് ജഗ്ഗിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ജഗ്ഗ് കഴുകുകയാണ് കേട്ടോ. ഈ ജീരകം ഇട്ടിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് എനിക്ക് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ചൂടോട് കൂടി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ആ വെള്ളം. അപ്പോൾ അതേപോലെ തന്നെ ആ ചുവപ്പ് വെള്ളം ഉണ്ടല്ലോ, ദാഹമുക്തി, അതും നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ജീരക വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് ആ ജഗ്ഗിലൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ദാഹം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ മുകളിൽ കൊണ്ടിട്ടിട്ട് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദാഹമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് ചായ ഇന്നിട്ട് അടുപ്പത്ത്. അങ്ങനെ ഞാനത് അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആയിക്കോളും. അതിനിടയിൽ കുക്കർ ഇനി വിസിൽ വരുമ്പോൾ 2-3 വിസിൽ വരുമ്പോൾ ഓഫാക്കി ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ചായയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചിട്ട് ഞാൻ വടക്കുറത്ത് പോയിരുന്ന് കുടിക്കാൻ വിചാരിച്ചു. ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ വടക്കുറത്തെ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇപ്പോഴാണെങ്കിൽ സിയാപ്പി ഉറങ്ങുകയാണല്ലോ. അപ്പോൾ വടക്കുറത്ത് പോയിട്ട് ചായ കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് വടക്കുറത്തേക്ക് പോയിട്ടാ. അവിടെ സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാട്ടാ. അപ്പോൾ ഭയങ്കര സുഖമാണ് അവിടെ ഇരുന്ന് ചായ കുടിക്കാനായിട്ടാ. പിന്നെ അതാ ഏത് പാത്രത്തിൽ വെക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഒരു ഉരുളി കിട്ടിയിട്ടാ. അപ്പോൾ അത് കഴുകുകയാണ്. അപ്പോൾ അത് കഴുകിയിട്ട് ഇനി അതിലേക്ക് ഈ കുക്കറിലുള്ള ചക്ക ഉണ്ടല്ലോ, അത് വേവിച്ച് വെച്ചിട്ടുള്ളത്, അത് ഇനി ഈ ഉരുളി പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടുപ്പത്ത് വെക്കണം. അങ്ങനെ കുക്കറിലുള്ള ചക്ക ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് ഉരുളി പാത്രത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ എയറുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് അതിങ്ങനെ അതിൻ്റെ വായു മൊത്തം കളഞ്ഞിട്ട് ഒരു കയ്യിലെടുത്തിട്ട് ഞാൻ ആ ചക്ക മൊത്തം ഉടയ്ക്കുകയാണ് കേട്ടോ. അത് നന്നായി ഉടയണം, നല്ല ഉടച്ചിട്ട് വേണം നമുക്ക് ഈ ഉരുളി പാത്രത്തിലേക്ക് ഇടാൻ. അപ്പോൾ ഞാൻ നന്നായി ഉടയ്ക്കുകയാണ് കേട്ടോ. നന്നായി ഉടയ്ക്കണം കേട്ടോ. അങ്ങനെ ഈ ഉടച്ച് വെച്ച ചക്ക ഉണ്ടല്ലോ, അതിന് ഉരുളി പാത്രത്തിലേക്ക് ഇടണം. അങ്ങനെ ഇതാ ഞാൻ ഉരുളി പാത്രത്തിലേക്ക് ഇടാൻ കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ കുക്കറുണ്ടല്ലോ, ആ കുക്കർ എന്നിട്ട് കഴുകാൻ വെച്ചു.
അങ്ങനെ ഇത് ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ട് പിന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാ. അല്ലെങ്കിൽ പിന്നെ സിയാപ്പി എണീക്കണത് നോക്കണം, ഇത് ഉണ്ടാക്കും വേണം. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയിട്ട് പിന്നെ ഞാനിതിലേക്ക് 2 അച്ച് ശർക്കരയാണ് കേട്ടോ ഇടുന്നത്. 2 അച്ചന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ അലിയിക്കണം. ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ശർക്കര ഒക്കെ പെട്ടെന്ന് അലിഞ്ഞോളും, പക്ഷേ ഈ സംഭവം ഉണ്ടാക്കാൻ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ കുറച്ച് ക്ഷമയുള്ള പരിപാടിയാണിത് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ശർക്കര ഒക്കെ അലിഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ കൈ തട്ടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ അമ്മക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാണലുണ്ട്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാനിതാ ഇതിലേക്ക് 2ാം പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് 2ാം പാലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചക്ക വേവിച്ച് വെച്ച ചക്കയ്ക്ക് ശർക്കര ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഒഴിക്കുന്നത് 2ാം പാലാണ്. 2ാം പാൽ ഒഴിച്ചിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ പിടിക്കും ഇത് ഇങ്ങനെ ആയി കിട്ടാൻ. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഞാനിതാ കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുരുക്കെ കളഞ്ഞിട്ട് സിയാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ, സിയാപ്പി ചിലപ്പോൾ ഇടയ്ക്ക് ചോദിച്ചാലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനും ഒക്കെ ഉണ്ട്, ഏട്ടനൊക്കെ ജോലിക്ക് പോയിരിക്കുകയല്ലേ, അപ്പോൾ ഏട്ടനൊക്കെ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ആ നീല പ്ലേറ്റുണ്ടല്ലോ അത് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് വീണ്ടും ഇതിൻ്റെ ഇളക്കൽ തുടങ്ങി കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിനി വറ്റിച്ചെടുക്കട്ടെ, എന്നാലല്ലേ ഇത് അങ്ങനെ ആവുള്ളൂ, വരട്ടിയത് ആവുള്ളൂ. കുറേ നേരം ഇങ്ങനെ കയ്യിലും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. ഇത് വറ്റണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ പരുവമായിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പോൾ അതാട്ടെ ഈ മുഖത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ സിയാപ്പി ഉറങ്ങാൻ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ അടുക്കളയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഞങ്ങളെ റൂം കാണാം. അപ്പോൾ കുട്ടി അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ അത് ഉണ്ടാക്കാൻ നോക്കിയത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവൾ ഉണർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ അലമ്പാക്കും. പാത്രങ്ങൾ വലിച്ചിട്ടിട്ടും പിന്നെ ഇതിൻ്റെ ഈ സ്ലാബ് ഉണ്ടല്ലോ, ഈ സ്ലാബിലൊക്കെ കയറിയിരിക്കാനൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒക്കത്ത് വെച്ചിട്ട് ഉണ്ടാക്കേണ്ടി വരും. അത് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുകയും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിയാപ്പി ഒന്ന് ഉണർന്നു കേട്ടോ. ഉണർന്നപ്പോഴേക്ക് പേടിയായി. ഈശ്വര, ഇതൊക്കെ ഇനിയിപ്പോൾ ആ കലങ്കോല ആവുമോ എന്നൊക്കെ വിചാരിച്ചു. ഭാഗ്യത്തിന് അവൾ അതുപോലെ തന്നെ അവിടെ കിടന്നുറങ്ങി. അപ്പോഴത്തെ ചക്ക ഇങ്ങനെ കുമ്പള് വരില്ലേ, ഇങ്ങനെ കുറുകൂലേ, അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ സംഭവം ആകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് അകലം പാലിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മേലത്തേക്കൊക്കെ കയ്യുമ്മയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കും. പിന്നെ ഞാൻ ഈ ഒഴിക്കണുണ്ടല്ലോ, അത് ഫസ്റ്റത്തെ പാലാണ്, 1ാം പാലാണ്. പക്ഷേ അത് ഒഴിക്കണ വീഡിയോ എടുക്കാൻ കുറച്ച് വിട്ടുപോയി. അതായത് ക്യാമറ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു, കുറച്ച് പാലുണ്ടായിരുന്നു അതിൽ, അതാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കുറച്ച് പോലെ തോന്നിയത് കേട്ടോ, വേറെ ഒന്നുകളുടെ അല്ല. അങ്ങനെ വീണ്ടും 1ാം പാലൊക്കെ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് വറ്റണ വരെ, അതായത് ഇതിനൊരു പരിവുണ്ടല്ലോ, അതാവണ വരെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കറുപ്പ് കളർ വരില്ലേ, അതാവും. അപ്പോൾ ഞാനിതാ കുറച്ച് കഴുകാൻ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇതിൻ്റെയും പിന്നെ വേറെ എന്തൊക്കെയോ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിതാ സിങ്കിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിതാ കഴുകി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ അച്ഛമ്മയുടെ നാട് മൂക്കോലയാണ് കേട്ടോ. അപ്പോൾ മൂക്കോലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ചക്കയും പിന്നെ കവുങ്ങിൻ്റെ തോട്ടം അങ്ങനെയുള്ളൊരു ഏരിയയാണ് അച്ഛമ്മയുടെ വീട് നിൽക്കണ കേട്ടോ. അപ്പോൾ മൂപ്പരിപ്പം ഇല്ല, അച്ഛമ്മ ഇപ്പോൾ ഇല്ല. അപ്പോൾ അച്ഛമ്മ വീട്ടിലൊക്കെ പോയിട്ട് പണ്ട് വരുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പണ്ട് വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ ചക്ക ഒക്കെ കൊണ്ടുവരലുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അമ്മയൊക്കെ ഈ സംഭവം ഉണ്ടാക്കൽ തുടങ്ങിയത്. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. അച്ഛമ്മ അത് കിട്ടിക്കഴിഞ്ഞാൽ പാത്രം മൊത്തം തുടച്ചെടുക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ചെയ്യൂട്ടത്. പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണിത്. എനിക്ക് അറിയില്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന്, പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ
അടിച്ചുവരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ചുവരാൻ വേണ്ടിയിട്ട് ഉമ്മറത്തേക്കൊക്കെ പോയിട്ടാ. അങ്ങനെ എന്താ അടിച്ചുവരാനൊക്കെ നിൽക്കുക. ഇപ്പോഴും സിയാപ്പി എണീറ്റിട്ടില്ല കേട്ടാ. അപ്പോൾ സിയാപ്പി എണീറ്റ് കഴിഞ്ഞാൽ അലമ്പാക്കും. അതിന് മുമ്പ് തന്നെ ഇതൊക്കെ തീർക്കണം നമുക്ക്. അങ്ങനെ എന്താ ഞാനിത് ഉമ്മാറൊക്കെ അടിച്ചു വരും കേട്ടോ. അങ്ങനെ ഉമ്മാറൊക്കെ അടിച്ചു വരൽ കഴിഞ്ഞ് അകത്തേക്ക് വരിക കേട്ടോ. ഞാനിത് അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇനി അകവും അടിച്ചു വരാനുണ്ട്, അകവും റൂമും ഒക്കെ അടിച്ചു വരാനുണ്ട്. അപ്പോൾ അകവും റൂമൊക്കെ ഞാനിത് അടിച്ചു വരും കേട്ടോ. വേഗം തന്നെ തീർക്കുന്നുണ്ട്. കാരണം ചക്കടിയും നോക്കണം, സിയാപ്പിനെയും നോക്കണം. അപ്പോൾ സിയാപ്പി ഉറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതാ ചക്ക ഈ പരിവായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അടിച്ചോറിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാർത്തെ വാതിൽ വേഗം തന്നെ ലോക്ക് ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുട്ടി എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ ഉമ്മാർത്തേക്ക് പോവും, അല്ലെങ്കിൽ വടക്കോർത്തേക്ക് പോവും. അത് ഭയങ്കര പണിയാവും. പിന്നെ അത് ചക്കതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം ഇളക്കിയിട്ടും ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു പരിവായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് ഇതാവാണ്ട് തോന്നണം, ഒന്നും കൂടി കളർ വ്യത്യാസം വരാണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട് ഇന്ന്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ചക്ക റെഡി ആയിട്ടോ. ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ കളറാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മളെ ചിഞ്ചുവിനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അവളോട് മാമൻ്റെ വീട്ടിലേക്ക് പറഞ്ഞിട്ടാണ് പോണത്. എന്നിട്ട് അവൾ അവിടെ ആക്കിയിട്ട് നമ്മളങ്ങോട്ട് പോകണം. വ്ളോഗ് എടുക്കണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ഇങ്ങനെ പറയണം, അങ്ങനെ എന്ന് പറയില്ലേ, പറഞ്ഞോ. ഗൈസ്, നമ്മൾ ഓലമേലാട്ടാ പോണത്. ഓല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓലനെ പറ്റിയിട്ട് ഒരുപാട് കംപ്ലയിൻസ് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റീവ്സാണ്. പക്ഷേ എനിക്കിതുവരെ ഇത് പണിയൊന്നും കിട്ടിയില്ല കേട്ടോ. എൻ്റെ 2 വണ്ടിയുണ്ട്, ഒന്ന് എൻ്റെ വണ്ടി, ഒന്ന് അനിയൻ്റെ വണ്ടിയുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ഇതിനങ്ങനെ പണികളൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു 32,000 ബെൽറ്റ് പൊട്ടി. പിന്നെ ബ്രേക്ക് പേഡ് മാറ്റിയിട്ടുണ്ട്. മഴക്കാലത്തെ ടപ്പട്ടപ്പയെന്ന് പറഞ്ഞ് ബ്രേക്ക് പേഡ് പോകും. അപ്പോൾ ബ്രേക്ക് പേഡുകൾ മാറ്റിയിട്ടുണ്ട്. വേറെ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി ഏകദേശം ഇപ്പോൾ ഒരു 54,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. എനിക്ക് അപ്ഡേഷൻ ചെയ്തപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ടിങ് മുതലായി കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. നമ്മളുടെ വീട്ടിലെത്താറായിട്ടോ, ഗൈസ്. കാണുമോ, അതാണ് എൻ്റെ മാമൻ്റെ വീട്. ഹൗസ് വാമിങ് ഇപ്പോൾ കഴിഞ്ഞോളൂ. ഇതായിരിക്കണു, ഇതാണ് എൻ്റെ മാമൻ. ഗൈസ്, ഇതാണ് എൻ്റെ മാമൻ. അമ്മയുടെ അടുത്താ. കണ്ണനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണ പോവാ. ഈ പ്ലെയിനായിട്ട് വരുന്ന ഇതന്നെയുള്ളൂ, അങ്ങനത്തന്നെയുള്ളൂ. ആളൊരുപാട് വർക്കുള്ളത് ഇല്ല. പ്ലെയിന് ഇതല്ല. അങ്ങനെ ഞങ്ങള് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ചിന്തുവിനെ ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് വന്നു ഗൈസ്, ഫുഡ് വന്നു. ചിഞ്ചു
ഉണ്ട് ഇഷ്ടമായ സന്തോഷമായ എന്താ പറയാനുള്ളത്? ഏ എന്ത് ഡൗട്ട്? ഉറക്കന പറയും എന്താണ് ഡൗട്ട് പറയും. അത് നിന്റെ ഡൗട്ട് പറയേ. എനിക്കത് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ എന്ത് ഡൗട്ട്? ആ ഫുഡ് ഞാൻ എനിക്ക് മേടിച്ചു തരാറില്ലേ? പിന്നെന്താ? അപ്പൊ ചിഞ്ചു ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള. ചിഞ്ചു സർപ്രൈസ് ആയില്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ ബൈ. ഹലോ, അപ്പോൾ ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാലപ്പെട്ടി പൂരാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പരിപാടി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ എല്ലാവരും ഉണ്ട്. ചേച്ചിയും അമ്മയും അമ്മമ്മയും സിയയും മാമിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. പച്ചക്കട ഇത് പച്ചക്കട കണ്ടില്ല കാട്ടിന പഴയ
സിയ കരഞ്ഞ് അലമ്പാക്കിയോണ്ട് ഞങ്ങൾക്ക് ഇത്ര വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയും ഒരുപാട് പരിപാടി വരാനുണ്ട്. അപ്പോൾ അതൊന്നും കാണാൻ നിന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.